ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്തൊക്കെ മക്കള് പല കോലത്തിൽ കാണാം. നമ്മളിതിങ്ങനെ പറഞ്ഞെടുക്കും, നമ്മൾ പലതും പറഞ്ഞെടുക്കും. അഫയറുകളെ പറ്റി പറയും, പ്രണയത്തെ പറ്റി പറയും, മോശമായ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയും, ബാഡ് ഫ്രണ്ട്ഷിപ്പുകൾ. അവിടെയൊക്കെ ആളുകൾക്ക് വളരെ അരോചകമാണ്. ചില ഉമ്മമാർക്കൊക്കെ സംസാരത്തിന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു പോയ ചില ഉമ്മമാരൊക്കെ സംസാരിക്കാനുള്ളത് മക്കളുടെ അനിയന്ത്രിതമായ ഫ്രണ്ട്ഷിപ്പിന്റെ വിശാലതയെ പറ്റിയാണ്. സത്യത്തില് അബദ്ധാണ് പറയണത്. എൻ്റെ ഒരാള് പറഞ്ഞ വാക്ക് ഞാൻ പൊതുവെ കുടുംബ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. എന്തറിയോ, എൻ്റെ മോക്ക് എത്ര ഫ്രണ്ട്സാന്നറിയോ, ബിയും ഉണ്ട് ജിയും ഉണ്ട്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. ബോയ് ഫ്രണ്ട്സും ഉണ്ട് ഗേൾ ഫ്രണ്ട്സും ഉണ്ട്. വല്ല സന്തോഷത്തിൽ പറയാ, ഭയങ്കരതിലേ തകർന്നില്ലേ. ഇസ്ലാം പഠിപ്പിച്ച മാനദണ്ഡങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിയില്ലേ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലാത്ത സൗഹൃദ ബന്ധമല്ലേത്. അള്ളാന്റെ റസൂൽ സമ്മതിച്ച സൗഹൃദ ബന്ധം പോലും ആണിനോട് ആണാണെങ്കിലും പെണ്ണിനോട് പെണ്ണാണെങ്കിലും അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരാള് തന്റെ സുഹൃത്തിന്റെ മതത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു പോയി, ആരുമായാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതെന്ന് പഠിപ്പിച്ചു പോയി, ആരുമായാണ് കൂട്ടുകൂടേണ്ടതെന്ന് പഠിപ്പിച്ചു പോയി. ഒരിക്കലും തമ്മാടിത്തങ്ങൾ പറയുന്നവരോ തമ്മാടിത്തങ്ങൾ പ്രവർത്തിക്കുന്നവരോ അഹ്ലുൽ അഹ്വാഇന്റെ ആളുകളുടെ കൂടെ, തന്നിഷ്ടക്കാരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഫഇന്ന മുജാലസതുഹും മുമർരിളത്തുൽ ഖൽബ്, അങ്ങനെ തന്നിഷ്ടക്കാരന്റെ കൂടെ നിങ്ങൾ ഇരുന്നു പോയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കും ആ രോഗമങ്ങ് ബാധിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാടില്ല. സൗഹൃദ ബന്ധങ്ങളെ സൂക്ഷിക്കണം. ഞാനിതൊക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞെന്തിനാ വെച്ചാല് ഇതെല്ലാം സിനയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്നാണ്. അമിതമായ സൗഹൃദങ്ങൾ. ഇന്നത്തെ ക്യാമ്പസ് സൗഹൃദങ്ങളിൽ 3/4 ഭാഗവും ശരീര സംബന്ധമാണ്, മാനസികമല്ല. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വിശദീകരിക്കേണ്ടി വരില്ല, കാരണം അത്ര വൃത്തികെട്ടൊരു പദാണത്. മാനസികമല്ല, ശാരീരികമാണ്. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. സൗഹൃദത്തിനൊരാൾ, കല്യാണം കഴിക്കാൻ മറ്റൊരാൾ. ഒരു കുട്ടി തുറന്നു ചോദിച്ചാണ്, സർ അതിലെന്താ തെറ്റ് എന്നാണ്. എന്താ തെറ്റ്? ഞാൻ ഒരാളെ കുറെ കാലം ഒരു സുഹൃത്തായി കൊണ്ട് നടക്കുകയും അയാളോട് ശരീരം പങ്കുവെച്ചാലും മനസ്സ് പങ്കുവെച്ചാലും എന്റെ ജീവിതത്തിന്റെ ലൈഫ് പാർട്ട്ണറായി ഞാൻ മറ്റൊരാളെ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? സ്വാഭാവികമായ ചോദ്യമാണ്. ഞങ്ങൾ പൊതുവേ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ ഒരു ചോദ്യം കൂടി അത്. ഞാൻ പറഞ്ഞു, മോളെ അല്ലെങ്കിൽ മോനെ, രണ്ടായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, പറഞ്ഞു പൊന്നു വിദ്യാർത്ഥി, ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ നീ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി നീ ചിന്തിച്ചതുപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ? അല്ലെങ്കിൽ നീ വിവാഹം കഴിക്കുന്ന ആൺകുട്ടി നീ ചിന്തിച്ചതുപോലെ ചിന്തിച്ചാലോ? ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ, സൗഹൃദമല്ലേ, കെട്ടിപ്പിടിച്ചാൽ ചുംബിച്ചാൽ ശരീരം പങ്കുവെച്ചാൽ നഷ്ടപ്പെടാൻ എന്തുണ്ട് എന്നൊരു പെൺകുട്ടി ചിന്തിച്ചു പോയാലോ? അതേപോലെ ചിന്തിച്ച ഒരു ആൺകുട്ടിയാണ് അയാൾക്ക് ഇണയായി വരുന്നതെങ്കിലോ ആ ദാമ്പത്യ ജീവിതത്തിന്റെ വിശാലതയെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണേ. എത്ര കാലം ഉണ്ടാകും അത്? എത്ര കാലം ഉണ്ടാകും അത്? എന്നോടൊരു മോന് തുറന്നു പറഞ്ഞെന്തറിയോ, സർ ഒരർത്ഥത്തിൽ ന്യൂനതകളില്ലാത്ത ഒരാളെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ക്ലാസ് എടുത്ത് ലാസ്റ്റ് പറയാണ്, പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനൊരു പാർട്ട്ണറെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു ന്യൂനത ഇല്ലാത്ത ഒരാളാകണമെന്നാണ്. ഇതന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കണം, ഒരു ന്യൂനത ഇല്ലാത്ത ഒരാള്. ഒരു ന്യൂനത ഇല്ലാത്ത ഒരാള്. സ്വാഭാവികമായി ഇയാൾ ആഗ്രഹിച്ചതുപോലെയല്ല പാർട്ട്ണറെങ്കിലോ. ഞാൻ ഇതൊക്കെ പറയണെന്തിനാ വെച്ചാല് സിനകളുടെ ലോകം രക്ഷിതാക്കളെ നമ്മൾ ചിന്തിച്ചതിനപ്പുറത്താണ്. കുടുംബങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ, അല്ലേ, അയൽപ്പക്കങ്ങളിൽ നിന്ന് വരെ സിന സാർവത്രികമാണ്. നോട്ടത്തിൽ, സംസാരത്തിൽ, എല്ലാം കേവലം സിന എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്ന ആ അങ്ങേയറ്റത്തൊരു ബന്ധം മാത്രല്ല, കണ്ണുകൊണ്ടും കാതുകൊണ്ടും കരം കൊണ്ടും എല്ലാം കഴിഞ്ഞിട്ടാണ്. ആദ്യം കണ്ണാണ്, അവിടുന്ന് അതെല്ലാം. അതുകൊണ്ടാണ് ഹജ്ജിന്റെ വേളയിൽ
പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയിൽ മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടുത്ത് നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. രണ്ട് സ്ത്രീകൾ കടന്നു വരികയാ, സ്വഹാബ വനിതകൾ കടന്നു വരികയാ. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് സംശയം ചോദിക്കാനായിട്ട് കടന്നു വരികയാ. അവർ സംശയം ചോദിക്കുമ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ത്രീ ഇങ്ങനെ തുറിച്ചു നോക്കി, അങ്ങോട്ടും തുറിച്ചു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തല പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പിന്നാക്കം. അവര് തെറ്റ് ചെയ്തിട്ടില്ല. ഹജ്ജിന്റെ വേളയാ, സ്വഹാബത്താ, കൂടെയുള്ളത് റസൂലാ. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് മുഖം പിടിച്ചങ്ങ് തിരിച്ചു വന്ന ഹദീസിൽ കാണാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി, ടൂർ പ്രോഗ്രാം, എന്തെല്ലാം വീട്ടിൽ നിന്നാണ് വിട്ടാ പിന്നെ അത് എന്താന്നൊരു അന്തമില്ല. പലയിടങ്ങളിലും വളരെ മോശമാണ്. പലയിടങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വന്നിട്ട് പറഞ്ഞത് അൽഹമുൽ മൗത്ത് എന്നാണ്. അടുത്ത ബന്ധു, ഇളയച്ചൻ, മൂത്തച്ഛൻ, അമ്മായിന്റെ മോൻ, മൂത്തമ്മാന്റെ മോൻ, ഇളയമാന്റെ മോൻ, അടുത്ത ബന്ധു, ഭർത്താവിന്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും ആ ബന്ധത്തെപ്പറ്റി മുത്ത് റസൂല് പഠിപ്പിച്ചു പോയത് അൽഹമുൽ മൗത്ത്, മരണത്തിന് സമാനമാണ്. ഏറ്റവും വലിയ ഫിത്ന അതാണ്. അതുകൊണ്ട് ഇസ്ലാമിക ജിൽബാബ് പാലിച്ചോ, ഇസ്ലാമിന്റെ മര്യാദകൾ സഹോദരിമാരെ പാലിക്കണേ. സിന സാർവത്രികമാകും ലോകത്തെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യാഥാർത്ഥ്യം തന്നെയാ എല്ലായിടങ്ങളിലും. നിലവിലൊരു സെൻസസ് അനുസരിച്ച്, ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഒരു ക്യാമ്പസ് സർവേ അനുസരിച്ച് അവധിക്കാലങ്ങളിൽ തങ്ങളുടെ കൂടെയുള്ള അല്ലെങ്കിൽ സീനിയേഴ്സിന്റെ കൂടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ടൂറ് പോയിട്ട് ഉടയാടകൾ സമ്പാദിക്കുന്ന, പോക്കറ്റ് മണി സമ്പാദിക്കുന്ന പെൺമക്കളുടെ എണ്ണം കേരളത്തിൽ കൂടി. ഇതൊന്നും ഞാൻ വയല് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, എങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിൽ സുന്നില്ല, മുജാഹിദില്ല, ജമാഅത്തില്ല, തബ്ലീഗില്ല, ശിയഇല്ല, ഖാദിയാനില്ല. ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും പഠിക്കാനും പകർത്താനും ഭാഗത്തുള്ള ലളിതമായ കാര്യമാണ്. അതുകൊണ്ട് സിനയെ പേടിക്കണം. സിന സാർവത്രികമാകും. ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അശ്റാത്ത് സാഇദ കൃത്യമായി ലോകത്തുതാ പുലർന്നു കാണുന്നു. വ്യഭിചരിക്കുന്ന അവയവങ്ങളുമായി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമയിലെ ചെറുപ്പക്കാരെത്രയാ, ചെറുപ്പക്കാരികൾ എത്രയാ, വീട്ടമ്മമാരെത്രയാ. വീട്ടിലേക്ക് കടന്നു വരുന്ന അന്യപുരുഷന്റെ മുന്നിൽ ആ ഒരു വീട്ടിലെ സാധാരണ ധരിക്കുന്ന മാക്സി ധരിച്ചിട്ട്, ഹാഫ് കൈ മാത്രം ധരിച്ചിട്ട്, കഴുത്ത് പ്രത്യക്ഷമായിട്ട്, മുടി പ്രത്യക്ഷമായിട്ട്, കാലിന്റെ പാദം പ്രത്യക്ഷമായിട്ട് എത്രയെത്ര സഹോദരിമാരാണ് വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത്. അവനവന്റെ രക്തബന്ധം ങ്ങളുടേതല്ലാത്ത അന്യപുരുഷന്മാരായ ആളുകളുടെ മുന്നിൽ പോലും. ഇതൊക്കെ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് ലളിതമായൊരു ശ്രദ്ധ, ഒരു സിനയുടെ കാരണങ്ങളും വരാതിരിക്കാൻ. വലാ തഖറബു സിന, അടുത്തു പോകാൻ പാടില്ല എന്ന്. വ്യഭിചരിക്കരുത് നല്ല പറഞ്ഞത്. വ്യഭിചാരത്തിന്റെ സർവ്വ കവാടങ്ങളെയും ഇസ്ലാം കൊട്ടിയടച്ചു, അതിർത്തിയില് കൃത്യമായി ബ്ലോക്ക് ചെയ്തു. ഇങ്ങോട്ട് കടക്കാൻ പാടില്ല സിന. നിങ്ങൾ ആലോചിക്കും, ഏതുവരെ എനിക്ക് അത്ഭുതം തോന്നി മുത്തുനബി പഠിപ്പിച്ചത്. സ്വന്തം ബാപ്പച്ചിന്റെ കൂടെ പ്രായപൂർത്തിയായ മോള് കടന്നൂടാ, സ്വന്തം അമ്മച്ചിന്റെ കൂടെ പ്രായപൂർത്തിയായ മോൻ കടന്നൂടാ, ആങ്ങളന്റെ കൂടെ പെങ്ങള് പ്രായപൂർത്തിയായ കിടന്നൂടാ, രണ്ട് ഏട്ടനും അനുജനും പ്രായപൂർത്തിയായ ജ്യേഷ്ഠനും അനുജനും ഒരു വിരിപ്പിൽ ആണും കിടന്നുകൂടാ. ഒരു വിരിപ്പിന്റെ ചുട്ടിൽ ആണും കിടന്നൂടാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ അത് പഠിപ്പിച്ചത്? قال فبما أعويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين.
അള്ളാഹുവിനോട് പിശാചിന്റെ സംസാരമാണ്. പടച്ച റബ്ബേ, നീ എന്നെ നേരായ മാർഗത്തിൽ നീ എന്നെ വഴിപഴപ്പിച്ചതിനാൽ നിന്റെ ആദമിന്റെ ഈ അടിയാന്റെ പുത്രന്മാര്, ആദമിന്റെ പുത്രന്മാര് സ്വർഗത്തിന്റെ ഹിദായത്തിന്റെ വഴിത്താരയിലേക്ക് കടന്നു വരുന്നതിനെ തടയാൻ ഞാൻ കാത്തിരിക്കും നാഥാ. ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുവശത്തുകൂടെയും ഇടതുവശത്തുകൂടെയും ഞാൻ അവരുടെ അരികിൽ ചെല്ലുക തന്നെ ചെയ്യും നാഥാ. വലാ തജിദു അക്സറഹും ശാകിരീൻ. അവരിൽ അധികം ആളുകളെയും നീ നന്ദി കെട്ടവരായിട്ട് മാത്രമേ കണ്ടെത്തുകയുള്ളൂ നാഥാ. ശൈത്താൻ കൃത്യമായിട്ട് അവന്റെ ഡ്യൂട്ടിയൊക്കെ നിർവഹിക്കുന്നുണ്ട്. നമ്മളാണ് പ്രതിരോധക്കോട്ട കെട്ടാത്തത്.